السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പുരാതനീയരായ ഉസ്താദന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല മഹർജാൽ മഹബ്ബ എന്ന ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയത് തന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ കാരണമാക്കുമാറാകട്ടെ. ഇസ്ലാം വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം ഒരു മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന, നന്മയെ വളരെയധികം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഏറ്റവും നല്ല മതമെന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഒരു മനുഷ്യന്റെ തെറ്റിനെ വിരോധിക്കുന്ന മതമെന്ന് പറയുന്നത് ഇസ്ലാമാണ്. തന്നോട് നന്മയെ ചെയ്യാൻ പറഞ്ഞിട്ട് ആ മനുഷ്യനോട് പറയുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യന്മാരെ കൊണ്ടും ഇതുപോലത്തെ സ്ഥാപനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കൽ നടക്കില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞത്? എന്താണ് ഇസ്ലാം പറയുന്നത്? സഹോദരങ്ങളെ, നാളെ ഖിയാമത്ത് നാളാണെന്നറിഞ്ഞാൽ എന്ന് മരണം നടന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, അവിടെ ഒരു മരം നട്ടാൽ എത്രയാണ് പ്രതിഫലം, അവിടെ മരം നട്ടാൽ എത്രത്തോളമാണ് പ്രതിഫലം. ഒരു മരം നട്ട് കഴിഞ്ഞാൽ 1000 മരങ്ങൾക്കുള്ള പ്രതിഫലമാണ്, 1000 ഗുണങ്ങൾക്കുള്ള പ്രതിഫലമാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്, മരം ഒരു വരമെന്നത്. പക്ഷേ ഇസ്ലാം മരത്തെ ഒരു വരമാക്കി കണക്കാക്കുന്നില്ല. ഇസ്ലാം എങ്ങനെയാണ് മരത്തെ കണക്കാക്കുന്നത്? ഇസ്ലാം മരത്തെ കണക്കാക്കുന്നത് 1000 മരമായിട്ടാണ്. കാരണം എന്താണെന്ന് അറിയുമോ? കാരണം ആ മരത്തിൽ നിന്ന് എത്രയോ പക്ഷികള്, എത്രയോ മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യമാണ്. ആ മരത്തിൽ നിന്നൊരു മാവാണെങ്കിൽ ആ മാവിൽ നിന്നുണ്ടാകുന്ന മാവിന്റെ അണ്ടി, ആ മാങ്ങയുടെ അണ്ടി, ആ മാങ്ങയുടെ അണ്ടി നിലത്ത് വീണുകൊണ്ട് അത് അവിടെ നിന്ന് മുളയ്ക്കുകയാണ്. പല ജീവികൾക്ക്, പല ജന്തുജാലങ്ങൾക്ക്, മനുഷ്യർക്ക് തണലായിക്കൊണ്ട്, ജീവികൾക്ക് ഭക്ഷണമായിക്കൊണ്ട് വരുന്ന ഒരേ ഒരു തണലെന്ന് പറയുന്ന മരമാണ്. ആ മരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹോദരന്മാരെ, നിങ്ങൾ ഓർത്തുകൊള്ളണേ. നിങ്ങൾക്ക് മാശറയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഇബാദത്തുകളിൽ കണ്ണ് തൂങ്ങണമെന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ മരം നട്ട് കഴിഞ്ഞാൽ ആ മരത്തിൽ നിന്നാരെല്ലാം തണൽ കൊണ്ടിട്ടുണ്ടോ, ആ മരത്തിൽ നിന്നാരെല്ലാം ഭക്ഷിച്ചിട്ടുണ്ടോ, അതിനുള്ള പ്രതിഫലം നിങ്ങളുടെ ഹദറത്തിലേക്ക് എത്തുകയാണ്, നിന്റെ ഹദറത്തിലേക്ക് എത്തുകയാണ്. അത്രത്തോളം പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മരം നടുക എന്നുള്ളത്. ഓരോ മനുഷ്യന്മാരെ ഈ കാലഘട്ടത്തിലെ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ദുനിയാവിനെ നശിപ്പിക്കാൻ നോക്കുന്ന സഹോദര, എന്ത് ഡെവലപ്മെന്റ് ആണോ? റബ്ബിന്റെ ദുനിയാവിനെ നശിപ്പിച്ചുകൊണ്ട് എന്ത് ഡെവലപ്മെന്റ് ആണ്? അവിടുത്തെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഈ ഭാവി തലമുറക്ക് ആവശ്യമായ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് എന്ത് ഡെവലപ്മെന്റ് ആണ്? അവിടുന്ന് റബ്ബിന്റെ ദുനിയാവിനെ നശിപ്പിച്ചുകൊണ്ട് എന്ത് ഡെവലപ്മെന്റ് ആണ്? എന്റെ സഹോദരങ്ങളെ, വായു എന്ന് പറയുന്ന ആ സംഭവം എങ്ങനെയാണ് ലഭിക്കുന്നത്? മരത്തിലൂടെയാണ്. ആ മരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ആസ്വാപാലിക്ക് വിള്ളൽ വീഴുമ്പോ, അവിടെ അതിൽ നിന്നുള്ള ചൂടിനെ തട്ടുമ്പോ അതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന സംഭവം എന്താണ്? അത് മരമാണ്. എങ്ങനെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? റബ്ബ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പ്രകൃതിയെ പരീക്ഷിക്കരുത്, നിങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. കാരണമുണ്ട്, പറയാനുള്ള കാരണമുണ്ട്. നമ്മൾക്കറിയാമല്ലോ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അവിടെ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി കഴിയുമ്പോ, അവിടെയുള്ള മഴ പെയ്യുമ്പോ, ആ സ്ഥലത്ത്, ആ പ്രദേശത്ത് മഴ പെയ്യുമ്പോ എങ്ങനെയാണ് ആ വെള്ളം വലിച്ചെടുക്കാൻ മരമില്ല. അതാ മലയുടെ അകത്തേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അതിൽ നിന്ന് പുറത്തേക്ക് പോകാനും അവസരമില്ല. അങ്ങനെ പുറത്തേക്ക് പോകാൻ അവസരമില്ലാത്ത സ്ഥിതിയിൽ കുറെ കാലം അതിന്റെ അകത്ത് തങ്ങിക്കിടക്കുമ്പോ അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇതിന് കാരണക്കാരനാരാണ്? അതാണ് റബ്ബ് പറഞ്ഞത്, സഹോദരങ്ങളെ, മരത്തെ നിങ്ങൾ നടണേ,
മരത്തെ നിങ്ങൾ നടണേ. അതാണ് ഇസ്ലാം കാണുന്നത്, അതാണ് ഇസ്ലാം പറയുന്നത്. മരം ഒരിക്കലും ഒരു ഫലമായി ഇസ്ലാം കാണുന്നില്ല, പ്രകൃതി ഒരിക്കലും നിസ്സാരമായി കാണുന്നില്ല. അവിടെ നബിയിൽ ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ തന്നെ സ്വർഗീയ സങ്കല്പം വരെ പ്രകൃതി കൊണ്ടാണ്, സ്വർഗീയ സങ്കല്പം വരെ പ്രകൃതി കൊണ്ടാണ്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നതാണ് ഇസ്ലാമിന്റെ സ്വർഗീയ സങ്കല്പം വരെ. അത്രത്തോളം പ്രാധാന്യം ദീനുൽ ഇസ്ലാം പ്രകൃതിക്ക് കൊടുക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ നേതാവ് തങ്ങളെ തന്റെ പ്രകൃതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ അവിടുത്തെ സ്വഹാബാക്കളോട് പറഞ്ഞിട്ടുണ്ട്, യാ സ്വഹാബ, ഒരിക്കലും നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെയുള്ള വൃക്ഷങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അവിടെയുള്ള വൃക്ഷങ്ങളെ നിങ്ങൾ ഒരിക്കലും വെട്ടിമാറ്റരുത്. കാരണം എന്തേ, നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കണം. അവിടത്തെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതൊരു സംഭവത്തിലും, ഏതൊരു ജീവിക്കും, ഏതൊരു വൃക്ഷത്തിലും, റബ്ബിന്റെ ദുനിയാവിലുള്ള എന്തിനും സംസാരിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാധിക്കും. ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും ഒന്നിനെയും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഹബീബായ തങ്ങളെ പറഞ്ഞ് നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കണേ, ഭാവി തലമുറക്ക് ആവശ്യമായ പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിക്കണേ. ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ, മണ്ണിൽ ചവിട്ടാൻ എളുപ്പാണ്, മണ്ണിൽ ചവിട്ടാൻ എളുപ്പാണ്, മണ്ണിൽ കൈയെടുക്കാൻ എളുപ്പാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? നിന്നെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? നിന്നെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, നിന്നെ നിർമ്മിച്ചത് മണ്ണിൽ നിന്നാണ്, നിന്നെ മലയാളുന്നത് മണ്ണിൽ നിന്നാണ്. ആ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, ആ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളെ, മണ്ണിൽ സൃഷ്ടിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മണ്ണിൽ ചവിട്ടാൻ മടി? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മണ്ണിൽ ചവിട്ടാൻ മടി? ചെളിയിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇതെന്ത് വൃത്തികെട്ടതാണ്, ഇതെന്ത് മോശമാണ്. ഉറപ്പില്ല മനുഷ്യ, ചെളിയിൽ ഇറങ്ങാണെന്ന് പറയുന്ന കാലഘട്ടം. അവിടെ ടൈൽസ് ഇട്ട വീടുകള്, അവിടെ ടൈൽസ് ഇട്ട മണ്ണുകള്, മണ്ണിലെ ഒരു മണ്ണുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ കാലഘട്ടത്തിന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം. നീ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നിന്നെ മറവാടപ്പെടുന്ന കബറിലാണ്. അത് മണ്ണ് കൊണ്ടാണ്, അത് സ്റ്റീല് കൊണ്ടുണ്ടാക്കിയതല്ല, അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതല്ല. നിന്നെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, നിന്നെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ആ മണ്ണിൽ തന്നെയാണ് നീ മറവാടപ്പെടുന്നത്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ, ഈ പ്രകൃതിയെ സൂക്ഷിച്ചില്ലെങ്കിൽ, ഈ പ്രകൃതിക്ക് അനുകൂലമായി ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ ഭാവി തലമുറക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക. പഠിപ്പിച്ചതുപോലെ തന്നെ റബ്ബിന്റെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, റബ്ബിന്റെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ദുആസിയത്തോടുകൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജൂനിയർ